Please like and subscribe. അപ്പോൾ ഒരു യാത്ര പെട്ടെന്ന് മഴയത്ത് ജൂലൈ അല്ലേ, കഴിഞ്ഞ ജൂലൈയിൽ ഇതുപോലെ ഒരു മഴയത്ത് ഒരു യാത്ര പോയിരുന്നു. അപ്പം ഇന്നും ഒരു ഇത് വേറെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. മൈസൂർ വരെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് മൈസൂർ ഒന്ന് യാത്ര എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക, നേരെ കാലത്തൊന്ന് മൈസൂരൊക്കെ ഒന്ന് കറങ്ങി സൂവൊക്കെ ഒന്ന് പോയി തിരിച്ചു വരിക. ഒറ്റയ്ക്കാണ്, ഒരു സോളോ റൈഡ്. എങ്ങനെയുണ്ടാവും മൂടൊന്നും അറിയില്ല. അപ്പം നമുക്ക് ഒന്ന് മൈസൂർ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഈ കാണാണ് നമ്മുടെ റൈഡ് പോണ ബൈക്ക്. ഒരു ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 ആണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ ഞാനൊരു ടോപ്പ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹെൽമെറ്റിൻ്റെ മുകളിലൊരു ചെറിയ ഗോപ്രോ ഒക്കെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് പോണത്. ഇതങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയൊന്നുമില്ല. അത് പെട്ടെന്ന് ഒരു വൈകിട്ടായപ്പോൾ തോന്നി, വെറുതെ ഇരുന്ന് ബോറടിയായിരുന്നു, മൈസൂർ വഴി ഒന്ന് പോയി വരാമെന്ന്. പക്ഷെ മൈസൂർ എനിക്ക് സൈക്കിളുമ്പോൾ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ ആ റൂട്ട് ക്ലിയർ ആയിട്ട് അറിയില്ല. സാധാരണ റൂട്ടിൽ കൂടെ, എക്സ്പ്രസ് ഹൈവേ കൂടെ സൈക്കിളൊന്നും ബൈക്കും കയറ്റി വിട്ടില്ല. അപ്പം നമ്മളവിടുന്ന് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് പോകാൻ വേറൊരു കനക്പുര, ജിഗിനി വഴി ഒരു റൂട്ടുണ്ട്. പക്ഷെ ആ റൂട്ട് ഞാൻ ഇതുവരെ പോവാത്ത കാരണം സൈക്കിളും പെട്ടെന്ന് ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് ആ റൂട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ടുകൂടിയാണ് ഈ യാത്ര. പക്ഷെ ഇന്ന് നല്ല മഴയാണ്. അപ്പം അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. എത്രത്തോളം ദൂരം പോകാൻ പറ്റും എന്നുള്ള ഐഡിയ ഒന്നുമില്ല. ഇതിപ്പോൾ പെട്രോളൊക്കെ അടിച്ച് സെറ്റപ്പായി എയറൊക്കെ ചെക്ക് ചെയ്തിട്ട് യാത്ര തിരിക്കണം ഇലക്ട്രോണിക് സിറ്റി ഫേസ് 2 ബൊമ്മസാന്ദ്ര പോയി അവിടുന്ന് ജിഗിനി വഴി തിരിഞ്ഞ് ജിഗിനി വഴി കനക്പുര കയറിയിട്ടുള്ള റൂട്ടിൽ കൂടെയാണ് പോകാൻ പോണത്. എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒരു പരീക്ഷണ യാത്രയാണ്. കാരണം ഗോപ്രോലാകം വെള്ളമൊക്കെ പിടിച്ച് ഒരുവിധമായിട്ടുണ്ട്. എന്നാലും പോയി നോക്കി നോക്കാം. അങ്ങനെ യാത്ര മെല്ലെ പോയിക്കൊണ്ടിരിക്കണം. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ പോയിട്ട് ഒന്നും ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഐഡിയ, ജസ്റ്റ് ഒന്ന് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഇതിപ്പോൾ ഒരു തുടക്കത്തിൽ ആ മെട്രോൻ്റെ മറ്റേ ബൊമ്മസാന്ദ്ര വരെയുള്ള വഴിയാണ്. ഇതിൽ കൂടെ നമ്മൾ നേരെ കയറി ജിഗിനി വഴി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 159 കിലോമീറ്റർ യാത്രയുണ്ട്. എന്തായാലും 4-5 മണിക്കൂർ എടുക്കും. അപ്പം എന്തായാലും പോണ വഴിക്ക് നമുക്കിങ്ങനെ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാം. എന്താന്ന് എനിക്കും അറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആയിട്ട് മൈസൂർ എത്തും എന്നുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ വൈകിട്ട് സ്റ്റാർട്ട് ചെയ്ത കാരണം മൈസൂർ എത്തിയിട്ട് ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. മൈസൂർ എത്തിയിട്ടുള്ള കാഴ്ചകളും മഴയൊക്കെ രാത്രിയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ നേരം വെളുത്തൊരു മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ റൈഡിൽ ഫുള്ള് നമ്മൾ അങ്ങോട്ട് പോണതും തിരിച്ചു വരുന്നതും രണ്ടും ഉണ്ട് കേട്ടോ. ഒറ്റയടിക്ക് ഇതല്ല. കൂടുതൽ ബൈക്കുമുള്ള ഈ ഹൈവേ ഈ റോഡിൽ കൂടെയുള്ള ട്രാവലാണ് ഉണ്ടാവുക. എന്താ പറയാ, മൈസൂർ എത്തിയിട്ട് അവിടെ എനിക്ക് കറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം മഴ കാരണം. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവിടെ പോയിട്ട് കറങ്ങലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിൽ പോവും വരലും രണ്ടും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ഇതിപ്പോൾ നമ്മളിത് ബാംഗ്ലൂരിൻ്റെ അവിടുന്ന് വിട്ട് കഴിഞ്ഞ് കുറച്ച് ജിഗിനി ആ ഭാഗത്ത് എവിടെയോ ഉള്ളിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാംഗ്ലൂർ കഴിഞ്ഞ് ഈ ഒരു ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ ആകെ രൂപം അങ്ങോട്ട് മാറും. ഈ സിറ്റി എന്നുള്ളത് വേറെ, അതായത് എന്താ പറയാ, ഒരു ആ ഒരു എക്സ്റ്റെൻഡിൽ നിന്ന് ഈ ഒരു എക്സ്റ്റെൻഡിലേക്ക് എത്തുക എന്ന് പറയില്ലേ, അതുപോലെയാണ് ബാംഗ്ലൂരിന്റെ കാര്യം. ആ ഒരു സിറ്റി സർക്കിളിന് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സാധാരണക്കാരുടെ സ്ഥലങ്ങളാണ്. വളരെ ലോക്കൽ ഏരിയ എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇവിടെ പോയാൽ ഏകദേശം ഒരു ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റി സർക്കിൾ കൊണ്ട് വിട്ട് കഴിഞ്ഞുണ്ടല്ലോ, എന്താ പറയാ, നമുക്ക് തീരെ എന്താ പറയാ കാളവണ്ടി ആ ഒരു ഇതിലേക്കൊക്കെ എത്തും. അത്രയ്ക്ക് ഇത് കണ്ട ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, ഫുൾ എല്ലാ വീട്ടിലും നല്ല തൊഴുത്തും, അതായത് പണ്ടത്തെ സിനിമകളിലൊക്കെ കാണില്ലേ, വീടിനോട് ചേർന്നിട്ട് തൊഴുത്ത്, എന്നിട്ട് അങ്ങനത്തെ ഒരു ഗ്രാമീണ കൃഷി രീതികൾ, അത് ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ വിട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 10 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇവിടെ എത്തുമ്പോൾ. 10-15 കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ആ ഒരു സെറ്റപ്പ് മുഴുവൻ മാറി. ഇതാ കണ്ട, ഇത് ഞാനൊരു ഇടയിലൊന്നൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. എങ്ങനെയുണ്ട് എന്നറിയാൻ വിശക്കുന്നു. കാരണം ഒരു ബിരിയാണി കഴിച്ച ഈ വഴിക്ക് ഹോട്ടലുകളൊക്കെ വളരെ കുറവാണ്. വളരെ ചെറിയ ഹോട്ടലുകളും എന്താ പറയാ, ഇത് ധാബ പോലത്തെ സെറ്റപ്പുകളാണ് ഇവിടെ കൂടുതൽ. പിന്നെ ഇനി എന്തായാലും വേറെ പോകുന്നതോറും വേറെ ഇവിടെ നിന്നൊന്നും കിട്ടുമൊന്നുമില്ല. വൈകിട്ടായ കാരണം നല്ല വിശപ്പും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ വഴിക്കൊന്ന് പോയി നോക്കാം എന്നുള്ളൊരു ഇതില് ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഇതില് സാധാ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ ഇവരുടെ സാധാ ഡൊണ്ണേമനെ ബിരിയാണി ഇല്ലേ, അങ്ങനത്തെ ഒരു ബിരിയാണി. പക്ഷെ വിശപ്പുണ്ടാകുമ്പോൾ ഏത് ബിരിയാണിയും ടേസ്റ്റ് കേട്ടോ. അങ്ങനെ പറ്റിയ ഇതുണ്ട്. വിശപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയിൽ ഉപ്പ് കൂടിയോ ഉപ്പ് കുറഞ്ഞോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാണുമ്പോൾ നമുക്ക് ഈ അവില് നനച്ച് വെച്ച പോലെയൊക്കെ തോന്നും, പക്ഷെ ഇത് ബിരിയാണി തന്നെയാണ്.
പിന്നെ വൃത്തിയും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു വഴി കൂടെ പോകുമ്പോൾ എന്ത് കിട്ടുന്നോ അത് കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ പിന്നെ ഇത് ഫുൾ ബിരിയാണി മേടിച്ചിട്ട് ഫുള്ള് ആവശ്യത്തിന് ഒരു വിശപ്പ് മാറുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ കിട്ടിയത് കഴിക്കുക എന്നുള്ളൊരിതാണ്. ബിരിയാണി വലിയ കുഴപ്പം വിശന്ന കാരണം തോന്നുന്നുണ്ട്, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ബിരിയാണി. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഏത് സാധനവും ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയില്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും അത്ര നല്ലതൊന്നുമല്ല. സെറ്റപ്പ് അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. പിന്നെ പുറത്തിരിക്കാം, ഒന്ന് കൈയും കാലൊക്കെ നിവർത്തിയിരിക്കാം എന്നുള്ളൊരു ഇത് മാത്രം. വിശപ്പാണ് മോനെ ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനം എന്ന് പറയില്ലേ, അതേ സെയിം അവസ്ഥ. നമുക്ക് കഴിച്ചിട്ട് ബാക്കി കാണാം. ഫുഡ് കഴിക്കണേ. ബിരിയാണി ടേസ്റ്റ് ഉണ്ട്. വിശക്കണ കാരണം തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. വിശന്ന് കഴിഞ്ഞാൽ മാത്രം ഭക്ഷണത്തിൽ ടേസ്റ്റ് ഉണ്ടാകുന്നു. ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാം, അത് പറയും പിസ്സ പറയും, മറ്റേത് പറയും, ചോറ് കറി മീൻ. വിശപ്പാണ്. വിശന്ന് കഴിഞ്ഞാൽ ഞാൻ കാലത്ത് അവിടുന്ന് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു ലോക്കൽ കടയിൽ നിന്നൊരു 2 കഷ്ണം പൂരി കഴിച്ചാൽ എത്ര സമയമായില്ലേ, 3:30 ഇത്ര നേരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വിശപ്പ് കാരണം ഏത് ബിരിയാണിയും ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. അത് കഴിച്ചതിൻ്റെ അപ്പം നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. ഈ വഴിയിൽ ഇപ്പം എന്താ ഗുണം എന്ന് വെച്ചാൽ, തിരിച്ചു വരുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഴി കൂടെയാണ് ഇപ്പം എല്ലാ ബൈക്കേഴ്സും പോകുന്നത്. കാരണം മറ്റേ വഴി എക്സ്പ്രസ് ഹൈവേ കൂടെ ബൈക്കൊന്നും കയറ്റി വിടുന്നില്ല, മറ്റേ സൈഡിൽ കൂടെ പോകണം. സർവീസ് റോഡിൽ കൂടെ പോകണം. ഭയങ്കര ബോറായിരിക്കും ആ സർവീസ് റോഡിൽ കൂടെ പോകും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം ബൈക്കേഴ്സും കൂടെ, ഞാൻ പോകുമ്പോൾ ഫുൾ ബൈക്കേഴ്സ് ആയിരുന്നു. ഇഷ്ടം പോലെ ബൈക്കേഴ്സിനെ നമുക്ക് ഇവിടെ ഈ ഒരു റൂട്ടിൽ കാണാം. നമ്മൾ പിന്നെ ഞാൻ പിന്നെ അധികം സ്പീഡും അധികം അത്ര ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് ഒരു 50, 60 ആ ഒരു സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ. എൻ്റെ മുകളിൽ പോണവരൊക്കെ ബൈക്ക് അടിപൊളി ബൈക്കേഴ്സാണ്. അവരെയൊക്കെ അപ്പം മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ആ വഴിക്കേ കണ്ടിട്ടില്ല. അമ്മാതിരി സ്പീഡിലാണ് അവര് പോകുന്നത്. ഞാനിങ്ങനെ മെല്ലെ പാട്ടൊക്കെ പാടി ഇങ്ങനെ മെല്ലെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. എനിക്ക് ഈ ഇവിടെ പറന്നു പോയിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും സ്പീഡിൽ അങ്ങനെ അധികം സ്പീഡിൽ ബൈക്ക് ഓടിക്കൽ അത്ര വലിയൊരു ഇഷ്ടമല്ല. എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് സ്പീഡിൽ ബൈക്ക് ഓടിക്കൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കൊരിക്കലും ആ ഒരു സ്പീഡിൽ വണ്ടി ഓടിക്കൽ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ മെല്ലെ ഒരു 60, 70, 70ന് മേലെ ഒരിക്കലും പോകാറില്ല. അധികം കയറാറില്ല. 70 അത്രയും നല്ല സ്ഥലമാണെങ്കിൽ മാത്രം ഒരു 70. ഞാൻ തിരിച്ചു വരുന്ന വഴിയിലുണ്ടത്. ഒരു വഴിയിൽ ഒരു സ്ഥലത്ത് നിർത്തി ജസ്റ്റ് ഒന്ന് നടു നിവർത്താൻ വേണ്ടി നിർത്തിയതാ. അപ്പോൾ വണ്ടിയുടെ ഒരു ലുക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു. പഴയ നമ്മുടെ RD350യുടെ ഒരു ഹാൻഡിൽ ബാറൊക്കെ വെച്ച്, അപ്പോൾ കുറച്ചുകൂടി ഒരു പഴയ ഒറിജിനൽ ഹാൻഡിലിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടാണ് ശരിക്കും ഈ ഒരു ഹാൻഡിൽ ബാർ. നമുക്കൊരു ബാക്കിലേക്കൊക്കെ നന്നായിട്ട് ഇരിക്കാം. ഈ സീറ്റിന്റെ മുകളിൽ എന്തെങ്കിലും ഒന്നുകൂടി ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഈ ഒരു ടോപ്പ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ സാധനങ്ങളൊക്കെ വേറെ നമുക്ക് എക്സ്ട്രാ ബാഗ് പിടിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും അതിൽ കയറിക്കോളും. നല്ല അടിപൊളി സൗകര്യമുള്ള സാധനം. രണ്ടാഴ്ചയൊക്കെയാണ് ബാംഗ്ലൂർ കർണാടകയിൽ മഴയൊക്കെ ഉണ്ട്. ഇതിപ്പോ എത്ര ദുഃഖമാണ്, 2 മാസത്തോളം ഈ മഴ തുടങ്ങിയിട്ട്. പിന്നെ ഇത് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ബൈക്കിൽ വ്ളോഗിങ് സെറ്റപ്പ് ആയ കാരണം എനിക്ക് അതിൻ്റെതായ ഒരു പരിചയക്കുറവുകളും ഉണ്ട്. നമുക്കിതൊരു പരീക്ഷണം, ഒരു ട്രയൽ നടത്തി നോക്കണതാണ്. ഇനി അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഈ ബൈക്ക് ഓടിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, വോയിസ് ഓവർ ചെയ്യാണ്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ബൈക്കിൽ തന്നെ ഈ ഗോപ്രോന്റെ ഒരു മൈക്കൊക്കെ കിട്ടും. അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മള് ഓടിക്കുമ്പോ പറയണതും നമ്മൾ വോയിസ് ഓവർ ചെയ്യണതും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതൊരു സിങ്ക് സൗണ്ടിന് അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടല്ലോ. അതൊന്ന് അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇത് മൈസൂർ ടൗണിൽ ഇങ്ങനെ കുറച്ചുള്ളിൽ കൂടെ കറങ്ങിയാലേ നമുക്ക് ഈ കനകപുര റോട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ശരിക്കും നല്ലൊരു സത്യം പറഞ്ഞ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളത് ഈ എങ്ങനെ പ്ലാൻ ചെയ്താലും ഒരു സാധനവും നടക്കൂല. ഇങ്ങനെ ഇതൊരു വൈകിട്ടാകുമ്പോൾ പെട്ടെന്നൊരു
എന്താ പറയാ, ഓക്കെ പോവാം. വേറെ ഒന്നും എന്നെ ധൈര്യം എന്ന് പറഞ്ഞാൽ മൈസൂര് വരെ എത്തിയില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാം. പിന്നെ വന്നില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു ആ ധൈര്യത്തിന്റെ പുറത്ത് ഇറങ്ങിയതാട്ടാ. പിന്നെ കൂടുതലും പിന്നെ അധികം വണ്ടികളൊക്കെ കുറവാണ്. പണ്ടൊക്കെ ഈ റോഡ് ഭയങ്കര മോശമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ റോഡ് മലവള്ളി ബന്നൂര് വഴിക്കുള്ള റോഡാണ്. നല്ല അടിപൊളി റോഡാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുവിധ സ്ഥലത്തൊക്കെ ടൂ വേ ഉണ്ട്. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ഇതുണ്ട്. എന്നാലും ഇപ്പൊ ഒരുവിധം കുഴപ്പമില്ലാത്ത റോഡാണ്. അപ്പൊ നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വേള കൊണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ സോളോ റൈഡ്സ് ആണ് ഇഷ്ടം. കാരണം എന്താന്ന് വെച്ചാൽ ഈ സൈക്ലിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ വേറൊരാളെയും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അയാളുടെ നമ്മുടെ ഒരു ഇതിന് നമുക്ക് റൈഡ് ചെയ്യാനോ ഇതിനൊന്നും പറ്റില്ല. കാരണം അയാൾക്ക് അത് കുറച്ച് കുറച്ച് മടുക്കും. നമ്മളെ ഡിപ്പെൻഡൻസി കൂടുതലായിരിക്കും. ഇതാണെങ്കിൽ നമുക്ക് എവിടെ വെച്ച് മടുക്കണോ അവിടെ നിർത്താം. എവിടെ വെച്ച് നമ്മളാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാൻ അയാളുടെ ചോയ്സ് നോക്കാനോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാം, പോവാം. ഇത് തിരിച്ച് ബാംഗ്ലൂർക്ക് എത്താറായിട്ടുണ്ട് നമ്മുടെ നൈസ് റോഡ് കുറെ പേര് സിനിമകളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. പണ്ട് ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഈ ഷൂട്ട് ചെയ്യാനും ഇതിനൊക്കെ വരുന്ന സ്ഥലമായിരുന്നു. ഇതൊരു പ്രൈവറ്റ് റോഡാണ് കേട്ടോ. നമുക്ക് വിശ്വസിക്കാം, ഒരു ഹൈവേ പ്രൈവറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യയിലെ ഈ ഒരു ഇത് മാത്രമേ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹൈവേ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒടുക്കത്തെ ടോളാണ്. പക്ഷെ ആ ടോള് കൊടുക്കുന്നത് പണ്ടൊക്കെ വെറുതായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിലൊന്നും പോയി ട്രക്കുകൾ കാരണേ സ്പീഡിലൊന്നും അങ്ങനെ പണ്ടൊന്നും പോകാനൊന്നും പറ്റില്ല. പണ്ടൊക്കെ ഇതിൽ നല്ല സ്പീഡിൽ പോകാം. ഇപ്പൊ അത്രയ്ക്കധികം അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു മിനിമം സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതാ നല്ലത്. നമുക്ക് കുറേ ഡിസ്റ്റൻസ് ഇതിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും നൈസ് റോഡ് വന്ന കാരണം. ഈ ടൗണിലേക്കൊന്നും മറ്റേ അവിടുന്ന് എന്താ പറയാ ബോംബെന്നും മറ്റേ പൂനെന്നും ഗോവയെന്നൊക്കെ വരുന്ന ആൾക്കാർ എറണാകുളം പോകണം അല്ലെങ്കിൽ സേലം പോകണം കർണാടക മറ്റേ അവർക്കൊന്നും ടൗണിലേക്കൊന്നും കയറാതെ കറക്റ്റ് ഇതായിട്ട് നേരെ ഹൊസൂർ വന്ന് ചാടാൻ പറ്റിയ റൂട്ടൊക്കെ അടിപൊളിയാണ്. ഇതുള്ള കാരണം നല്ല സൗകര്യം നമുക്ക് എല്ലാവർക്കും സൗകര്യമാണ് യാത്ര ചെയ്യാൻ ഇതിനൊക്കെ. വലിയ ബ്ലോക്കും പക്ഷെ ചില സമയത്ത് ഇവിടെ വല്ല വണ്ടി മറിയ എന്ത് ചെറിയൊരു ഇത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. എന്നാലും വലിയ കുഴപ്പമില്ല. ഈ യാത്രയിൽ എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. ഞാൻ കറക്റ്റ് ഏകദേശം സമയത്ത് തന്നെ എത്തി. പക്ഷെ ഇത് ഈ വഴി കൂടെ എല്ലാം ഞാൻ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് ചതിച്ചാണ്. ഞാൻ നൈസ് റോഡ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. തിരിച്ചും ജിഗിനി വഴി പോകാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ എന്തുകൊണ്ടോ ഗൂഗിൾ മാപ്പിന്റെ ചെറിയൊരു ഏതോ ഒരു ടേൺ വിട്ടുപോയപ്പോ പിന്നെ റീറൂട്ട് ചെയ്ത് അറിയാലോ. റീറൂട്ട് ചെയ്തവര് എന്നെ ഇവിടെ വന്ന് എത്തിച്ചു. അത് കുഴപ്പമില്ല. എനിക്ക് എന്റെ വീട് ശരിക്കും ഞാൻ താമസിക്കുന്നത് ശരിക്കും ഈ ഇതിന്റെ അടുത്ത് ഈ നൈസ് റോഡ് കഴിഞ്ഞ ഫേസ് 2-ലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ അധികം ദൂരമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയിപ്പോ പഴയ ആ റൂട്ടിൽ കൂടെ ഇതിൽ കൂടെ തന്നെ പോവാം. എന്തായാലും 2 ദിവസത്തെ യാത്ര അടിപൊളിയായിരുന്നു. ശനിയാഴ്ച വൈകിട്ടാകുമ്പോൾ ഒരു 4:30 ഇറങ്ങി. പിറ്റേ ദിവസം ഞായറാഴ്ച അതുപോലെ ഒരു എന്താ പറയുക ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്കും 5:30-6 മണിയൊക്കെ തിരിച്ചെത്തി. മടങ്ങി പോകുമ്പോൾ നല്ല മഴ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് ഷെയർ ചെയ്യണം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ടായാലേ എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദിക്കും നീ വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമല്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.